ഹലോ ഗായ്സ്, ദിസ് ഇസ് ജോസ് ഡൊമിനിക്. ആം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തുടങ്ങിയ പ്ലേസ്മെന്റ് കോഡിംഗ് സീരീസ് ആയ ലെറ്റ്സ് കോഡിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾ ചാനലിലേക്ക് വരുന്ന ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിന്റെ വേഗം അത് നമുക്ക് എത്താൻ സാധിക്കും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ്സിൽ ഇടുക. സോ വിത്ത് ദാറ്റ് ഔട്ട് ഓഫ് ദി വേ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻടു ടുഡേസ് വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു പ്രോബ്ലം ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് 500 ഡിഫിക്കൽട്ടി ഉള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം കോൺസെപ്റ്റിൽ തന്നെ പ്രാക്ടീസ് സെഷനിൽ നിന്ന് 600 ഡിഫിക്കൽട്ടി ഉള്ള ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്രോബ്ലം ഒന്ന് വായിക്കാം. പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. So problem, your teacher gave you an assignment given an integer and construct a binary string b, b1, b2, b3 such up to bn of length and such that maximum of bi, bi plus 1 equals 1. For every I from 1 to n minus 1, what is the minimum number of ones such a binary string can contain? So ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ടീച്ചർ ഏതെങ്കിലും ഒരു ടീച്ചർ ആണെന്ന് വിചാരിക്കുക, മാത്തമാറ്റിക്സ് ടീച്ചർ ആണെന്ന് വിചാരിക്കുക, ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റിജർ തരും, ഫോർ എക്സാമ്പിൾ 5. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 5 അക്കമുള്ള ഒരു ബൈനറി സ്ട്രിംഗ് ഉണ്ടാക്കണം. ബൈനറി സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം വെച്ചിട്ട് നമുക്ക് സ്ട്രിംഗ് ഉണ്ടാക്കാം. അതായത് 0 1 1 0 അങ്ങനെ വേണം ഇടാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന n, ഫോർ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 5 ആയിരിക്കണം. അതായത് 5 ലെങ്ത് ഉള്ള അല്ലെങ്കിൽ n ലെങ്ത് ഉള്ള ഒരു ബൈനറി സ്ട്രിംഗ് 0സും 1സും വെച്ചിട്ട് ഒരു സ്ട്രിംഗ് ഉണ്ടാക്കുക. അതാണ് അസൈൻമെന്റ്. പിന്നെ സ്ട്രിങ്ങിനെ വെറുതെ ഉണ്ടാക്കിയാൽ പോരാ, ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. മാക്സിമം ഓഫ് bi, bi plus 1 equal to 1. സോ bi എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? bi എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിലെ ith പൊസിഷനിലുള്ള നമ്പർ ആണ്. സോ ഫോർ എക്സാമ്പിൾ 0 1 എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, രണ്ടക്കമുള്ള സ്ട്രിങ് ആണെങ്കിൽ b1 എന്ന് പറഞ്ഞാൽ 0, b2 എന്ന് പറഞ്ഞാൽ 1. അത്രേ ഉള്ളൂ ഗൈസ് ഇവിടെ bi എന്ന് പറയുന്നത്. സോ കണ്ടീഷൻ എന്താണ്? biയും bi plus 1ഉം, അതായത് ഈ സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു അക്കവും അതിന്റെ തൊട്ടടുത്ത അക്കവും, അതായിരിക്കും ബിയുടെ അടുത്തുള്ള അക്കമാണ്, അത് bi plus 1. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 0 1 0 എന്ന് പറയുന്ന സ്ട്രിങ് ആണെങ്കിൽ i ഈക്വൽ ടു 1 ആണെങ്കിൽ b1 എന്ന് പറയുന്നത് 0 ആയിരിക്കും, b2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് bi ആൻഡ് bi plus 1 ഈക്വൽ ടു 1. അതായത് അടുത്തടുത്തുള്ള രണ്ട് നമ്പറിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് വൺസ് സച്ച് എ ബൈനറി സ്ട്രിംഗ് ക്യാൻ കണ്ടെയ്ൻ? അതായത് 5 അക്കം വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണം സ്ട്രിംഗ് ഉണ്ടാക്കാം. പക്ഷേ ഈ കണ്ടീഷൻ, അതായത് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. സോ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രിംഗ് ഉണ്ടാക്കിയാൽ അതിൽ മിനിമം എത്ര വൺസ് എങ്കിലും കാണണം. അതാണ് ക്വസ്റ്റ്യൻ ടീച്ചറിന്റെ. സോ സൊല്യൂഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ മുതൽ ഞാൻ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഇപ്പൊ ഡയറക്റ്റ് ഞാൻ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട്, ഇപ്പൊ ഞാൻ പ്രോബ്ലം പറഞ്ഞു തന്നില്ലേ, ഇത് വെച്ചിട്ട് എങ്ങനെ ഇതിന്റെ സൊല്യൂഷൻ കോഡ് ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓൾസോ നിങ്ങൾ കോഡ്ഷപ്പിലെ ഈ പ്രോബ്ലത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതെടുത്തൊന്ന് സോൾവ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. കാരണം ഡയറക്റ്റ് ഞാൻ വെറുതെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കത്തില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കാനും പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. സോ ഇവിടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ സ്വയം ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കുക, കോഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, സോ ജസ്റ്റ് പോസ് ദ വീഡിയോ, ഐ ബി ബാക്ക്. ഓക്കെ ഗൈസ്, സോ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം. ഞാനിവിടെ സംഭവമൊക്കെ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് 2 കേസാണ് വരാവുന്നത്. ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, അതായത് ഒന്ന് മാത്തമാറ്റിക്കലി ചിന്തിക്കേണ്ട ഒരു സൊല്യൂഷൻ ആണ്. സോ n ഒന്നെങ്കിൽ തന്നിരിക്കുന്ന സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് n ഒന്നെങ്കിൽ ഈവൻ വരാം, അല്ലെങ്കിൽ n ഓഡ് വരാം. ഈ 2 കേസാണ് ഇവിടെ വരാവുന്നുള്ളൂ. സോ സൊല്യൂഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ മാക്സിമം ഓഫ് bi plus 1 equal to 1. അത് മാത്തമാറ്റിക്കലി, സോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് നമ്പേഴ്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. സോ അങ്ങനെ ആകണമെങ്കിൽ സ്ട്രിംഗ് എങ്ങനെ ആയിരിക്കണം അത് ആലോചിച്ച് നോക്കി നമുക്ക് കിട്ടും. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്ട്രിംഗിൽ ഒരിക്കലും അടുത്തടുത്ത് 2 സീറോസ് വരാൻ പാടില്ല. കാരണം അടുത്തടുത്ത് 2 സീറോസ് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് വരച്ച് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ n ഈവൻ ആണെന്ന് വിചാരിക്കുക, ഞാൻ അടുത്തടുത്ത് 2 സീറോസ് ഇട്ടു. അടുത്തടുത്ത് എവിടെ 2 സീറോസ് ഇട്ടാലും ഈ കണ്ടീഷൻ തെറ്റിപ്പോകും. കാരണം അടുത്തടുത്ത് 2 സീറോസ് ആണെങ്കിൽ മാക്സിമം bi plus 1 ഒരിക്കലും 1 വരത്തില്ല. മനസ്സിലായി? സോ ബേസിക്കലി അതാണ് കണ്ടീഷൻ. നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രിംഗിൽ അടുത്തടുത്ത് സീറോസ് വരാൻ പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഓടുള്ള കേസിലാണെങ്കിൽ തന്നെ അടുത്തടുത്ത് എവിടെയെങ്കിലും ഞാൻ 0 ഇട്ടു എന്ന് വിചാരിക്കുക, ആ കണ്ടീഷൻ തെറ്റിപ്പോകും. എവിടെയെങ്കിലും അടുത്തടുത്ത് സ്ട്രിംഗിൽ 0 വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ തെറ്റിപ്പോകും. സോ ഇത് വരാതിരിക്കാൻ നമുക്ക് മിനിമം എത്ര നമ്പർ ഓഫ് വൺസ് വേണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അതായത് ആൾട്ടർനേറ്റ് നമ്മുടെ ഈ സ്ട്രിംഗിൽ വൺസ് വന്നാൽ മാത്രമാണ്, ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ
1 വന്നാൽ മാത്രമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ട്രിങ്ങുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ എങ്ങനെ ഞാൻ വരച്ച് കാണിച്ചു തരാം, മനസ്സിലായിട്ടുണ്ടാവണം. വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇത് വായിച്ചു കളയട്ടെ, ഇത് വായിച്ചു, ഇനി സ്ട്രിങ് എടുക്കുക. അപ്പൊ നമുക്ക് ബേസിക്കലി ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ ഏത് സ്ട്രിങ് ആണെങ്കിലും ബൈനറി സ്ട്രിങ്ങിൽ 1 ഇട്ട് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. മാക്സിമം BI+1 = 1 ആയിരിക്കും. സോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു 1 ഇട്ടു, റൈസർ മാറ്റട്ടെ, പെൻസിൽ എടുക്കട്ടെ. ഓക്കെ, സോ ഇവിടെ 1 ഇട്ടു, ഇവിടെ 1 ഇട്ടു. ഇനി ഇവിടെ എന്തൊക്കെ വാല്യൂ വന്നാലും, ഇവിടെ 0 വന്നാലും മാക്സിമം ഓഫ് B1 B2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ 1 വന്നാലും മാക്സിമം ഓഫ് B1 B2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ ഇവിടെ എന്തൊക്കെ വന്നാലും മാക്സിമം ഓഫ് B1 B2 B3 B4 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രിങ്ങിൽ ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ 1 വരണം. സോ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ 1 ഇടണമെങ്കിൽ n ഈവൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്, ആ സ്ട്രിങ്ങിലെ പകുതി വാല്യൂസ് എങ്കിലും 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആൾട്ടർനേറ്റ് 1 ഇടാൻ പറ്റുള്ളൂ. കാരണം ഈവൻ നമ്പറിന്റെ കേസിൽ ഞാനൊരു 4ന്റെ ഒരു എക്സാമ്പിൾ, 4 അക്കമുള്ള ഒരു എക്സാമ്പിൾ വരച്ചേ ഉള്ളൂ. നിങ്ങൾ എത്ര ഈവൻ നമ്പർ എടുത്താലും നമ്മൾ ആൾട്ടർനേറ്റ് പൊസിഷൻസ് എല്ലാം 1 ഇടണമെങ്കിൽ പകുതി എണ്ണമെങ്കിലും 1s ആയിരിക്കണം. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് 1s റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ സ്ട്രിങ്, ബൈനറി സ്ട്രിങ് വിത്ത് ദിസ് കണ്ടീഷൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ n തന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് n/2 എങ്കിലും n ഈവൻ ആണെങ്കിൽ നമുക്ക് 1s വേണം. ഇനി n ഓഡ് ആണെങ്കിലോ, n ഓഡ് ആണെങ്കിൽ സെയിം കണ്ടീഷൻ, അതായത് ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ 1 ഇടണം. സോ ഇവിടെ ഞാൻ പെട്ടെന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും ഓഡ് കേസിൽ, എന്നാലും സംഭവം ലോജിക്ക് സെയിം തന്നെയാണ്. സോ ഇവിടെ ഞാൻ ആൾട്ടർനേറ്റ് പൊസിഷനിൽ 1 ഇടുവാണ്. ഇനി ഇവിടെ ബാക്കിയുള്ള സ്ലോട്ടുകളിൽ ഞാൻ എന്തൊക്കെ വാല്യൂ ഇട്ടാലും 0 1 ഇട്ടാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. സോ അതാണ് ഇവിടുത്തെ ലോജിക്ക്. പക്ഷേ ഇനി n = ഈവൻ എന്ന ആൻസറിൽ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? വെറുതെ n/2 ചെയ്താൽ മതി. 4 ആണെങ്കിൽ 2 ആണ് ആൻസർ, 8 ആണെങ്കിൽ 4, അങ്ങനെ ആയിരിക്കും n ഈവൻ ആണെങ്കിൽ. ഇനി n ഓഡ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് അതിന്റെ ഹാഫ് എങ്കിലും. പക്ഷേ n ഓഡ് ആണെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ 5/2 ചെയ്യുമ്പോൾ 2.5 കിട്ടും. സോ 2.5 എന്നുള്ളത് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 എടുക്കണം. സോ അത്രേ ഉള്ളൂ ഗൈസ്. സൊല്യൂഷൻ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ പോലെ ഇൻപുട്ട് എടുക്കാം. ഇവിടെ ഇൻപുട്ട് ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് കേസസ്, നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്. സോ നമുക്ക് ഇൻപുട്ട് ആയിട്ട് എടുക്കാം. t = int of input for I in, നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനം, for I in range t ടൈംസ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. n ന്റെ വാല്യൂ എടുക്കുക, n = int of input. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഞാൻ പറഞ്ഞ ലോജിക്ക്, ബേസിക്കലി ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. n/2 ചെയ്താൽ ആൻസർ കിട്ടും. n ഈവൻ ആണെങ്കിൽ ഡയറക്റ്റ് n/2, n ഓഡ് ആണെങ്കിൽ ഡെസിമൽ പ്ലേസ് എടുത്ത് കളയുക n/2 ചെയ്തിട്ട്. അതായിരിക്കും ഇവിടുത്തെ ആൻസർ, മിനിമം നമ്പർ ഓഫ് 1s എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? പൈത്തണിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. n/2. ആദ്യം ഞാൻ, ഇത് കറക്റ്റ് ആൻസർ അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് വരും, പക്ഷെ ഞാൻ ചെയ്ത് നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോ ഈവൻ നമ്പേഴ്സിന്റെ കേസിൽ എല്ലാം സക്സീഡ് ആവും. ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ ഇവിടെ എന്ത് പറ്റും? n/2 എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂ വരും, അതുകൊണ്ട് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ റോങ് ആൻസർ കിട്ടിയത്. സോ ഇതിന് പൈത്തണിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സോ ഇത് ഈവൻ നമ്പേഴ്സിന് എല്ലാം വർക്ക് ചെയ്യും. ഓഡ് നമ്പേഴ്സിന് 5 ആണെങ്കിൽ 2.5 ഡെസിമൽ വാല്യൂ കിട്ടും. സോ അത് പൈത്തണിൽ നമുക്ക് ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഇതാണ് ഓപ്പറേറ്റർ. ഈ സാധനം / ഇട്ട് കഴിഞ്ഞാൽ ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ n 5 ആണെങ്കിൽ 5/2 ചെയ്തിട്ട് അതിന്റെ ഡെസിമൽ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയും. ഫ്ലോർ ചെയ്യും നമ്പറിനെ. 2.5 ആണ് 2 ആകും, 7.5 ആണ് 7 ആകും. അതാണ് ലോജിക്. സോ ഈവൻ നമ്പറിന്റെ കേസിൽ ഡയറക്റ്റ് നമുക്ക് ഇന്റിജർ വാല്യൂ കിട്ടുകയും ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. വർക്ക് ആവേണ്ടതാണ്. സബ്മിഷൻ ക്യൂഡ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. സോ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുകയാണ്. താങ്ക്സ് ടു ദ ഫ്ലോർ ഡിവിഷൻ ഓപ്പറേറ്റർ. പൈത്തണിൽ വെറും എത്രയാണ് 4 ലൈൻസ് കൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ കോഡിങ്ങിനേക്കാളും ഇമ്പോർട്ടന്റ് ഇപ്പൊ ഞാൻ ആ പറഞ്ഞ ലോജിക്ക്, ഈ ഫ്ലോർ 2 ആണ് ആൻസർ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിന്റെ ഡിഫിക്കൽട്ട്. സോ ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് വരും. അവിടെ കോഡിങ് ഇങ്ങനെയുള്ള അറിവിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ മാത്തമാറ്റിക്കലി തിങ്ക് ചെയ്ത ലോജിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ വരെ ബൈ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്ക് അതുകൊണ്ട് മോട്ടിവേറ്റഡ് ആവും. സോ ഗൈസ്, ടിൽ നെക്സ്റ്റ് വീഡിയോ, സീ യു.